ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കാനഡയിലെ ഞങ്ങളുടെ വിഷു സെലിബ്രേഷനാണ്. ഞങ്ങൾ റീസെൻ്റായിട്ടാണ് ഇവിടെ തന്നെയുള്ള തത്വമസി എന്ന് പറയുന്ന ഒരു അസോസിയേഷനിൽ ജോയിൻ ചെയ്തത്. അപ്പോൾ ഈ പ്രാവശ്യം അവിടുത്തെ വിഷുവിന് ഞാനൊരു സെമി ക്ലാസിക്കൽ ഗ്രൂപ്പ് ഡാൻസ് പെർഫോമൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ നാട്ടിൽ നിന്നും എനിക്ക് അമ്മ DHL വഴി അയച്ച് തന്നതാണ് ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത്. അത് ഡാൻസിന് ആവശ്യമായിട്ടുള്ള ഓർണമെൻറ്റ്സും സാരിയും മറ്റ് ആക്സസറീസൊക്കെയാണ്. ഈ രീതിയിലുള്ള അതായത് ക്ലാസിക്കൽ അല്ലെങ്കിൽ ഒരു സെമി ക്ലാസിക്കൽ പെർഫോമൻസിനൊക്കെ നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന ഓർണമെൻറ്റ്സിനൊക്കെ നമ്മൾ ഇവിടുന്ന് വാങ്ങിക്കുക എന്ന് പറയുന്നത് അത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്നും നമ്മൾ പാഴ്സൽ ചെയ്യിപ്പിക്കുന്നതായിരിക്കും നമുക്ക് എന്തുകൊണ്ടും ലാഭകരം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് എനിക്ക് അമ്മ നാട്ടിൽ നിന്നും പാഴ്സൽ ചെയ്ത് തന്നത്. ഇതെല്ലാം ഞങ്ങൾ DHL സർവീസ് വഴിയായിരുന്നു പാഴ്സൽ ചെയ്യിപ്പിച്ചത്. എത്രയും വേഗം അത് നമുക്ക് കിട്ടണമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ ഒരു സർവീസ് ഓപ്റ്റ് ചെയ്തത്. അല്ലായിരുന്നുണ്ടെങ്കിൽ ഞാനൊരു പക്ഷേ ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് അതായിരിക്കും പ്രിഫർ ചെയ്യുക. കാര്യം DHL ത്രൂ നമുക്ക് ഇത് വാങ്ങിക്കുക എന്ന് പറയുന്നത് ഭയങ്കര എക്സ്പെൻസീവാണ്. ഈ ഒരു ബോക്സിൽ കണ്ട ഇത്രയും സാധനങ്ങൾ അയച്ചപ്പോൾ തന്നെ നമുക്ക് ഏകദേശം നമ്മുടെ നാട്ടിലെ ഒരു 10,000 റുപ്പീസോളം നമുക്ക് ചിലവായിരുന്നു. ഒരുപക്ഷെ ഇന്ത്യൻ പോസ്റ്റ് വഴി ആയിരുന്നു എങ്കിൽ നമുക്ക് ഇത്രയും പൈസ ആവത്തില്ലായിരുന്നു. പക്ഷേ ഇന്ത്യൻ പോസ്റ്റ് അല്ലാതെ തന്നെ നമുക്ക് വേറെ ഒരുപാട് പ്രൈവറ്റ് കൊറിയർ സർവീസുകൾ ഉണ്ട്. പക്ഷേ ഒരു കാര്യം എടുത്ത് പറയേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ DHL വഴി ആയതുകൊണ്ട് നമുക്കതൊരു 6 days ആയപ്പോഴേക്കും നമുക്ക് ഈ ഒരു സാധനം ഞങ്ങളിവിടെ കാനഡയിൽ റിസീവ് ചെയ്തു. യൂഷ്വലി ഇന്ത്യൻ പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി, അതായത് അവരൊരു 15 days ആണ് ടൈം പറയുന്നത്. പക്ഷേ എനിക്ക് എത്രയും പെട്ടെന്ന് കിട്ടണമെന്നുണ്ടായിരുന്നത് കൊണ്ട് അതുകൊണ്ട് മാത്രം നമ്മൾ ആ ഒരു ഓപ്ഷൻ ഓപ്റ്റ് ചെയ്തില്ല. തത്വമസിയിൽ ഞങ്ങൾ വിഷു സെലിബ്രേറ്റ് ചെയ്തത് April 13 അപ്പോൾ അന്ന് വൈകിട്ടായിരുന്നു ഞങ്ങളുടെ ഡാൻസ് പെർഫോമൻസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ നേരത്തെ തന്നെ പ്രാക്ടീസൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ സെലിബ്രേഷൻ്റെ അന്നത്തെ ദിവസം നമുക്ക് വിഷു സദ്യയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അന്നേ ദിവസം തന്നെ വിഷു സദ്യയൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ പോയിട്ട് മേക്കപ്പൊക്കെ ചെയ്ത് ഡാൻസിന് വേണ്ടി റെഡിയൊക്കെ ആയത്. അപ്പോൾ ആ പെർഫോമൻസ് ഒന്ന് കണ്ടാലോ? English.
അന്ന് ഞങ്ങൾ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോഴേക്കും ലേറ്റായി. പിന്നെ അന്ന് തന്നെ അടുത്ത ദിവസത്തേക്ക് വേണ്ടിയിട്ട് കണിക്ക് വേണ്ടിയിട്ടുള്ളതെല്ലാം റെഡിയാക്കി വെച്ചു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ 2025 വിഷുക്കണി. ഇപ്പോൾ ഞങ്ങളുടെ കുഞ്ഞുണ്ടായതിന് ശേഷമുള്ള ആദ്യത്തെ വിഷുവാണ്.